നമസ്കാരം. കേരളത്തിലെ അമീബ മരണത്തിന് കാരണം കണ്ടെത്തി. എല്ലാ പ്രശ്നത്തിനും കാരണം UDF ആണെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്. കോർണിയ അൾസറിന് കാരണം അമീബയാണെന്ന് UDF സർക്കാരിന്റെ കാലത്ത് ഡോക്ടർമാർ കണ്ടെത്തിയെങ്കിലും യാതൊരുവിധ ഇടപെടലും സർക്കാർ നടത്തിയില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കുറ്റപ്പെടുത്തുന്നു. കോർണിയ അൾസറിന് കാരണം അമീബയാണെന്നും അത് 46% ആളുകളിലേക്ക് എത്തിയത് കിണർ വെള്ളത്തിൽ നിന്നാണെന്നും ചില സൂചനകൾ UDFന്റെ ചില ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നതായും എന്നാൽ സർക്കാർ അതിന് യാതൊരു പ്രാധാന്യവും നൽകിയില്ല എന്നുമാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലുള്ളത്. 9 കൊല്ലം മുമ്പാണ് UDF കേരളം ഭരിച്ചിരുന്നത്. അതിനുശേഷം പിണറായി സർക്കാരാണ്. അപ്പോഴും 9 കൊല്ലം മുമ്പത്തെ വീഴ്ചയിൽ ന്യായീകരണം കണ്ടെത്തുകയാണ് ഇപ്പോഴത്തെ അമീബ മരണങ്ങളിൽ ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ആശങ്ക പടർത്തുന്ന സാഹചര്യത്തിൽ UDF മുൻപ് ചെയ്ത നീതികേടിനെതിരെ പ്രതിഷേധമുയർന്നു കഴിഞ്ഞുവെന്ന വിലയിരുത്തലിലാണ് ആരോഗ്യമന്ത്രി ചർച്ചയാകുന്നത്. ഈ വർഷം 17 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുള്ള കണക്കുകൾ വെളിപ്പെടുത്തി ആരോഗ്യവകുപ്പ് തെറ്റുതിരുത്തിയിരുന്നു. നേരത്തെ 2 മരണങ്ങൾ മാത്രമേ സ്ഥിരീകരിച്ചിരുന്നുള്ളൂ. 66 പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ടെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുൻപ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം 18 ആയിരുന്നു. ഇന്നലെ മാത്രം 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഈ മാസം ഇതുവരെ 19 പേർക്കാണ് രോഗം ബാധിച്ചത്. ഇതിൽ 7 പേർ മരിച്ചു. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് മലപ്പുറം അരീക്കോട് സ്വദേശിയായ 10 വയസ്സുകാരിയിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നു. കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കുട്ടി ഉൾപ്പെടെ 11 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഈ സാഹചര്യം ഇടത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി. ഇതിനിടയിലാണ് മന്ത്രിയുടെ വിചിത്ര വിശദീകരണം. പല വിഷയങ്ങളിലും CPM പ്രതിരോധത്തിലാകുമ്പോൾ സൈബർ ക്യാപ്സ്യൂളുകളെത്തും. അതിനെയും മറികടക്കുന്നതാണ് ആരോഗ്യമന്ത്രിയുടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങുകയും നീന്തുകയും ചെയ്യുന്നവരിൽ കാണപ്പെടുന്ന വളരെ അപൂർവമായ ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. അമീബിക് വിഭാഗത്തിൽപ്പെട്ട നെഗ്ലറിയ ഫൗലേറി, അക്കാന്ത അമീബ, സാപ്പിനിയ, ബാൽമുത്തിയ, വെർമമീബ എന്നിവയിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഈ രോഗമുണ്ടാകുന്നത്. മൂക്കിനെയും തലച്ചോറിനെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലെ സുഷിരങ്ങളിലൂടെയോ കർണപടത്തിലെ ഒരു ദ്വാരത്തിലൂടെയോ അമീബ തലച്ചോറിലേക്ക് പ്രവേശിക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ രോഗത്തിന് 97% മരണനിരക്കുണ്ട്. ഈ രോഗം പടരുന്നത് തടയുന്നതിൽ കേരളം പരാജയപ്പെട്ടുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ആരോഗ്യമന്ത്രിയുടെ ന്യായീകരണ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പഠനരേഖ ഇവിടെ പങ്കുവെക്കട്ടെ. 2013 പഠനമാണ് കേട്ടോ. പഠനം നടത്തിയത് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാർ, ഡോക്ടർ അന ചെറിയാനും ഡോക്ടർ R ജ്യോതിയും. അമീബയും അമീബ മൂലമുണ്ടാകുന്ന രോഗങ്ങളും എപ്പോഴെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡിലെ പ്രിയപ്പെട്ട ഡോക്ടർമാർ കണ്ടെത്തി തന്ന ഈ പഠനരേഖ. 2013 പഠനം. 2 ഡോക്ടർമാർ അവർ സ്വന്തം നിലയിൽ പഠനം നടത്തി അന്നത്തെ UDF സർക്കാരിന്റെ ആരോഗ്യവകുപ്പിലെ സീനിയർ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്താണ് ഈ പഠനത്തിലുള്ളത് എന്നല്ലേ? ഇവരുടെ മുന്നിലെത്തിയ കോർണിയ അൾസർ കേസുകളുടെ പരിശോധനയിൽ അത് അമീബ മൂലമാണെന്ന് കണ്ടെത്തി. മാത്രവുമല്ല 64% ആളുകൾക്ക് രോഗമുണ്ടായത് കിണർ വെള്ളത്തിലെ അമീബയിൽ നിന്നാണെന്ന് സംശയിക്കുന്നതായി ഈ ഡോക്ടർമാർ കണ്ടെത്തി. സ്വാഭാവികമായി നമ്മിൽ ചിലരെങ്കിലും ചോദിച്ചേക്കാം, അന്ന് സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു? നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പഠന റിപ്പോർട്ടോ അമീബ മൂലമുള്ള കേസുകളോ അന്ന് ആരോഗ്യവകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിച്ചില്ല. 2 ആഴ്ച മുമ്പാണ് ഈ പഠന റിപ്പോർട്ട് കണ്ടത്. അന്ന് ഡോക്ടർ അന്ന ചെറിയാന്റെ നമ്പർ കണ്ടെത്തി ഞാൻ വിളിച്ചു. 2 ഡോക്ടർമാരോടുമുള്ള ആദരവ് അറിയിച്ചു. ഇനി ഈ സർക്കാർ എങ്ങനെയാണ് ചില കിണറുകളിലെയും ജലസംഭരണികളിലെയും ഒക്കെ വെള്ളത്തിലെ അമീബ രോഗം ഉണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തിയതെന്ന് കൂടി പറയട്ടെ. 2023 കോഴിക്കോട് നിപ്പ ഔട്ട്ബ്രേക്കിന് ശേഷം പ്രത്യേകിച്ചും മസ്തിഷ്ക ജ്വരങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്യണമെന്ന് കർശന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. മാത്രമല്ല എന്ത് കാരണത്താൽ ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തണമെന്നും 2023 2 അമീബിക് മസ്തിഷ്ക ജ്വര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രോഗത്തിന്റെ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ആദ്യമായി ഒരു സംസ്ഥാനം ഗൈഡ് ലൈൻ ഇറക്കിയത് കേരളമാണ്. 2024 ജലാശയങ്ങളിൽ മുങ്ങുന്നവർക്കും കുളിക്കുന്നവർക്കും മാത്രമല്ല രോഗം ഉണ്ടാകുന്നതെന്നും കൂടി 2024 നാം കണ്ടെത്തി. അതിനാൽ നാം ഗൈഡ് ലൈനിൽ ഭേദഗതി വരുത്തി. ജലാശയങ്ങളുമായി സമ്പർക്കമില്ലെങ്കിലും അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് പരിശോധന നടത്തണം. ഈ വ്യവസ്ഥ ഗൈഡ് ലൈനിൽ ഉൾപ്പെടുത്തി. അങ്ങനെ വ്യവസ്ഥ ചെയ്യുന്ന ലോകത്തിലെ ആദ്യ ഭൂപ്രദേശം കേരളമാണ്. CDC അറ്റ്ലാന്റയുടെ ഗൈഡ് ലൈനിലും ഇതില്ല. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കുന്നതിലും നിയന്ത്രിക്കുന്നതിലും ഏകാരോഗ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള സമഗ്ര ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയ ലോകത്തിലെ ആദ്യത്തെ ഭൂപ്രദേശവും കേരളമാണ്. കൂടുതൽ കേസുകൾ നമ്മൾ കണ്ടെത്താൻ തുടങ്ങി. നമ്മുടെ മുന്നിലെത്തിയ രോഗികളിൽ രോഗം കണ്ടെത്തി. രോഗത്തിന് കാരണം അമീബയാണെന്ന് കണ്ടെത്തി. അതിൻ്റെ ഉറവിടം കണ്ടെത്തി. പൊതുജനാരോഗ്യ ഇടപെടൽ നടത്താൻ നാം ആരംഭിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്ന് ജലശുദ്ധിക്കായി ക്യാമ്പയിൻ ആരംഭിച്ചുവെന്നുമാണ് മന്ത്രിയുടെ ന്യായീകരണ കുറിപ്പ്.